കേരള നിയമസഭാ ഇലക്ഷൻ 2026 ഇലക്ഷൻ ഡ്യൂട്ടിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥനാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ അഥവാ രണ്ടാം പോളിംഗ് ഓഫീസർ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലാദ്യത്തേത് ഇൻചാർജ് ഓഫ് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 17A അഥവാ വോട്ടേഴ്സ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പൂർണ്ണ ഉത്തരവാദിത്തം രണ്ടാം പോളിംഗ് ഓഫീസറിലാണ്. പ്രധാനമായിട്ടും 5 കോളമാണ് ഈ രജിസ്റ്ററിന് ഉള്ളത് അഥവാ 17Aക്ക് ഉള്ളത്. അതിലൊന്നാമത്തെ കോളം, ഫസ്റ്റ് കോളം സീരിയൽ നമ്പർ, അത് ഓൾറെഡി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കോളം സീരിയൽ നമ്പർ ഓഫ് എലക്ടർ ഇൻ ദി എലക്ടർ റോൾ, വോട്ടർ പട്ടികയിലെ വോട്ടറുടെ ക്രമ നമ്പറാണ് രണ്ടാമത്തെ കോളത്തിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ എഴുതേണ്ടത്. മൂന്നാമത്തേത് ഡീറ്റെയിൽസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഇലക്ടർ ഇൻ ദി പ്രൂഫ് ഓഫീസ് ഓർ ഹർ ഐഡൻറ്റിഫിക്കേഷൻ. ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൂഫ് എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നത് എന്നാണ്. പൊതുവേ 90% വോട്ടർമാരുടെ കയ്യിലും എപ്പിക് അഥവാ വോട്ടർ ID കാർഡ് ഉണ്ടായിരിക്കുന്നതാണ്. വോട്ടർ ID കാർഡാണ് കൊണ്ടുവരുന്നത് എങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ രണ്ടാം പോളിംഗ് ഓഫീസർ എഴുതേണ്ടത് എപ്പിക് അല്ലെങ്കിൽ EP എന്ന് മാത്രം എഴുതിയാൽ മതി. EP എന്ന് ഷോർട്ട് ഫോമിൽ എഴുതിയാൽ മാത്രം മതിയാകും. 90% അല്ലെങ്കിൽ അതിൽ കൂടുതലോ വോട്ടർമാർ കൊണ്ടുവരുന്നത് ഫോട്ടോ ID കാർഡ് തന്നെയായി, വോട്ടർ ID കാർഡ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ EP എന്ന് മാത്രം എഴുതിയാൽ മതി. അതല്ലാത്ത രേഖകളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ രേഖയുടെ അവസാനത്തെ 4 അക്ക നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്. ഉദാഹരണത്തിന് നമ്മുടെ ആധാർ കാർഡാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആധാറിൻ്റെ നമ്പറിൻ്റെ അവസാന 4 അക്കമാണ് എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ പാൻ കാർഡാണ് ഒരാൾ കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ നമ്പർ ഉണ്ടായിരിക്കും, ആ നമ്പറിന് 4 അക്കമാണ് എഴുതേണ്ടത്. ഏതെങ്കിലും രേഖകൾ കൊണ്ടുവരികയാണെങ്കിലൊക്കെ അക്കങ്ങൾ ഉണ്ടായിരിക്കും, ആ അക്കങ്ങളിൽ അവസാനത്തെ 4 അക്ക നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്, പൂർണ്ണമായിട്ടും എഴുതേണ്ടതില്ല. ഇനി നാലാമത്തെ കോളത്തിൽ തമ്പ് ഇംപ്രഷൻ ഓർ സിഗ്നേച്ചർ ഓഫ് ഇലക്ടർ, വോട്ടറുടെ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളമാണ് രേഖപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, കൂടുതൽ ആളുകളും ഒപ്പിടുന്നതാണ്, അതുകൊണ്ട് ഒപ്പിടുക. വോട്ടർ തന്നെ ഒപ്പിടണം. അതല്ലെങ്കിൽ ഒപ്പിടാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് തമ്പ് ഇംപ്രഷൻ ചെയ്യണം. അവസാനത്തെ കോളത്തിൽ റിമാർക്സ് എന്ന് പറയുന്ന കോളത്തിലാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവവികാസങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനാണ് റിമാർക്സ് എന്ന് പറയുന്ന കോളം. ഉദാഹരണത്തിന് റിഫ്യൂസ്ഡ് ടു വോട്ട്, വോട്ടർ കയറി വന്നു, കുറേ കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് റിഫ്യൂസ്ഡ് ടു വോട്ട്. അതല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ സീക്രസിയെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ രഹസ്യ സ്വഭാവത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വോട്ടർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളവിടെ മാർക്ക് ചെയ്യണം. വയലേഷൻ ഓഫ് സീക്രസി ഓഫ് വോട്ട് എന്ന് രേഖപ്പെടുത്തുക. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് റിമാർക്സ് കോളം നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊന്നും എഴുതേണ്ടതില്ല. ഏതായാലും 5 പ്രധാനപ്പെട്ട കോളം കൃത്യമായിട്ട് 17A രജിസ്റ്ററിൽ കൃത്യമായിട്ട് രണ്ടാം പോളിംഗ് ഓഫീസർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ രജിസ്റ്ററിൻ്റെ ഓരോ അവസാന ഭാഗവും അവസാന പേജിലും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതുണ്ട്. ഒരു വോട്ടേഴ്സ് രജിസ്റ്റർ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനത്തിൽ എത്ര സീരിയൽ നമ്പറായി, അവസാനത്തെ സീരിയൽ നമ്പർ ഇത്രയാണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് തൊട്ട് താഴെ രണ്ടാം പോളിംഗ് ഓഫീസറും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറും വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അവസാന ഭാഗത്തും ഒപ്പുവെക്കേണ്ടതാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഇൻചാർജ് ഓഫ് ഇൻഡെലിബിൾ ഇങ്ക്, മായ്ക്കാനാവാത്ത മഷിയുടെ ഇൻചാർജ്. അത് പൂർണ്ണമായിട്ടും രണ്ടാം പോളിംഗ് ഓഫീസറാണ് കൃത്യമായിട്ട് കൈവശം വെക്കേണ്ടത്. ഒരു വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിൽ നഖം മുതൽ മുകളിലോട്ട് വിരലിൻ്റെ ആദ്യ മടക്ക് വരെ മഷി പുരട്ടേണ്ടതാണ്. മഷി പുരട്ടുമ്പോൾ ഒരു കാരണവശാലും പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടറുടെ വിരലിൽ തൊടാൻ പാടില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് വോട്ടറാണോ ഒരു വോട്ടറുടെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. സഹായിയായി വരുന്ന വോട്ടർ നിർബന്ധമായിട്ടും അയാളുടെ വലത് ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. എന്നാൽ യഥാർത്ഥ വോട്ടറുടെ ഇടത് ചൂണ്ടുവിരൽ, സാധാരണ പോലെയുള്ള ഇടത് ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. സഹായി വരുന്ന ആൾ നിർബന്ധമായിട്ടും വോട്ടറായിരിക്കണം, 18 വയസ്സ് പൂർത്തിയായിരിക്കണം, ഒരു വോട്ടറായിരിക്കണം. ഒരു സഹായി ഒരാൾക്ക് മാത്രമേ ഒരു വ്യക്തിക്ക്, ഒരു വോട്ടർക്ക് ഒരാൾക്ക് മാത്രമേ സഹായിയായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ
ഒരു വോട്ടർക്ക് കമ്പാനിയനായി വരുന്ന ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ സഹായിയായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതാണ്. സഹായിയായി വരുന്നവരുടെ വലത് ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഇൻചാർജ് ഓഫ് വോട്ടേഴ്സ് സ്ലിപ്പ്. വോട്ടേഴ്സ് സ്ലിപ്പ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വവും സെക്കൻഡ് പോളിംഗ് ഓഫീസർക്കാണ്. വോട്ടർ സ്ലിപ്പിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. അതിലൊന്ന് സീരിയൽ നമ്പർ ഓഫ് ഇലക്ടർ ആസ് പെർ കോളൻ നമ്പർ ഓഫ് ദി രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്. വോട്ടേഴ്സ് രജിസ്റ്ററിലെ വോട്ടറുടെ ക്രമ നമ്പറാണ് ഒന്നാമതായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തേത് സെക്കൻഡ് വൺ സീരിയൽ നമ്പർ ഓഫ് ഇലക്ടർ ആസ് എൻറ്റേർഡ് ഇൻ ദി ഇലക്ടർ റോൾ, അഥവാ വോട്ടർ പട്ടികയിലെ വോട്ടറുടെ ക്രമ നമ്പറാണ് രണ്ടാമത്തേത് എഴുതരുത്. ഒരു കാരണവശാലും അത് തെറ്റിക്കരുത്. തൊട്ട് താഴെ രണ്ടാം പോളിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതും ഉണ്ട്. ഏതായാലും ഈ വോട്ടർ സ്ലിപ്പ് കൃത്യമായിട്ട് കൊടുക്കുന്ന ഉത്തരവാദിത്വം രണ്ടാം പോളിംഗ് ഓഫീസർക്കാണ്. അത് നേരെ വോട്ടർ മൂന്നാം പോളിംഗ് ഓഫീസറുടെ കൈവശമാണ് കൊടുക്കേണ്ടത്. ഏതായാലും പ്രധാനമായിട്ടും 3 ഉത്തരവാദിത്തങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞിട്ടുള്ള, അഥവാ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. അതിലൊന്ന് ഇൻഡെലിബിൾ ഇങ്ക്, രണ്ടാമത്തേത് വോട്ടേഴ്സ് സ്ലിപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ടത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഓർ വോട്ടേഴ്സ് രജിസ്റ്റർ 17A. ഈ 3 കാര്യങ്ങളുടെയും ഇൻചാർജ് വഹിക്കുന്ന ഒരു പ്രധാന പോളിംഗ് ഉദ്യോഗസ്ഥനാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. ഓക്കെ.